ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, ഞാനിന്ന് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഇന്ന് സ്കൂളിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഇന്ന് പ്രവേശനോത്സവമായിരുന്നു കേട്ടോ. അപ്പം ഗൈസ്, നാളെയാണ് നമുക്ക് സ്കൂളിൽ പോകേണ്ടത്. അപ്പോൾ ശരിക്കും നമ്മൾ സ്കൂളിൽ പറയുന്നത് പോവാണ്. ഇന്ന് പോയി പ്രവേശനോത്സവമാണ് പോയത്. ഇനി നമ്മൾ ക്ലാസ്സിൽ കണ്ട് എല്ലാം കാണാൻ വേണ്ടിയൊക്കെ പോവാണ്. അപ്പം നാളെ വലിയ രീതിയിലുള്ള പഠിപ്പീരൊന്നും കാണില്ല. ഇപ്പോൾ പിന്നെ ബാക്ക് ടു സ്കൂൾ വീഡിയോ ആയാലോ, ഇപ്പം നമ്മൾ നാളെ ബാഗിൽ കൊണ്ടുവന്നത് അതൊക്കെ നമുക്ക് ആയാലോ. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു വാങ്ങിക്കാൻ പോകുന്നതൊക്കെ ഇടണമെന്ന്, പക്ഷേ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഗൈസ്, നമുക്ക് ബാക്ക് ടു സ്കൂൾ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ ഗൈസ് ഫസ്റ്റ് തന്നെ ബാഗ് കിട്ടോ. ഗൈസ്, ഈ ബാഗ് ഞാൻ കഴിഞ്ഞ വർഷം വാങ്ങിച്ചതാണ് കേട്ടോ. ഞാനല്ല, ചേട്ടനാണ് വാങ്ങിച്ചത്. ചേട്ടൻ്റെ കഴിഞ്ഞ വർഷത്തെ ബാഗായിരുന്നു. അപ്പം ഞാൻ ഈ വർഷം ബാഗ് വാങ്ങിക്കുന്നില്ല. ഞാൻ കഴിഞ്ഞ വർഷം ബാഗ് വാങ്ങിച്ചായിരുന്നു. അപ്പം ഈ വർഷം വാങ്ങിക്കുന്നില്ല. കാരണം 8ാം ക്ലാസ്സിൽ ഞാൻ ഹൈസ്കൂളിലാണ് കേട്ടോ. അപ്പോൾ പുതിയ സ്കൂളിലോട്ട് പോയില്ല. അപ്പോൾ പുതിയ ബാഗ് വേണ്ടേ. അപ്പം ഞാൻ വിചാരിച്ചു ഈ വർഷം ബാഗ് വാങ്ങിക്കണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ചേട്ടൻ്റെ ബാഗ് ഉണ്ടല്ലോ. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ ബാഗ് കേട്ടോ. ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കളറിൽ വന്നിട്ടുള്ളൊരു ബാഗാണ് കേട്ടോ. അപ്പം നമുക്കിന്ന് ബാഗ് പാക്ക് ചെയ്താലോ, എന്തൊക്കെയാണ് സ്കൂളിൽ കൊണ്ടുവരണമെന്നുള്ളത്. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് തന്നെ നമ്മൾ നാളെ സ്കൂളിൽ പോവാണ്. അപ്പോൾ പിന്നെ നമുക്കൊരു പുതിയൊരു ബുക്ക് വേണം ഗൈസ്. അപ്പോൾ ഞാനിവിടെ പേപ്പർ ഗ്രേഡിൻ്റെ ഒരു ബുക്ക് എടുത്തിട്ടുണ്ട്. ഞാൻ പൊതിഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ വാങ്ങിച്ചതേ ഉള്ളൂ. ഇനി പൊതിയണം. ഇത് പിന്നെ ട്യൂഷൻ ബുക്കാണ് കേട്ടോ. ട്യൂഷൻ ബുക്കായിട്ട് എടുത്തു. നല്ല പുതുപുത്തൻ ബുക്ക് കേട്ടോ. പേര് പോലും എഴുതിയിട്ടില്ല ഗൈസ്. നമുക്കതൊക്കെ അവിടെ ചെന്നിട്ട് എഴുതാം. എടുക്കേണ്ട വല്ല ആവശ്യം വരുവാണെങ്കിൽ നമുക്കതൊക്കെ അവിടെ എടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ബാഗിനകത്തോട്ട് നമ്മുടെ ബുക്ക് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം നാളെ വലിയ രീതിയിലുള്ള പഠിപ്പിക്കും കാര്യങ്ങളും ഒന്നും കാണൂല കേട്ടോ. ചിലപ്പോഴേ പഠിപ്പിക്കത്തുള്ളൂ. പിന്നെ ഗൈസ്, ബുക്ക് വെക്കുമ്പോൾ എന്തായാലും നമുക്ക് പേന വേണം. അപ്പോൾ ഗൈസ്, ഇതാണ് കേട്ടോ എൻ്റെ പുതിയ പൗച്ചാണേ. കണ്ടില്ല ഗൈസ്, പുതിയ പൗച്ച് ഗ്രീൻ കളറാണ് കേട്ടോ. വലിയ ഭംഗിയുള്ള എനിക്കിഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പോൾ ഈ പൗച്ചിനകത്ത് 2 ഉറയാണ് കേട്ടോ ഉള്ളത്. തുറക്കുമ്പോൾ ആവശ്യമായിട്ടുള്ള 2 പെയിനുകളാണ്. ഈ ഒരു പേന്, ഈ ഒരു പേന. ഓക്കെ, ഈ 2 പെയിനും പിന്നെ ഒരു യെല്ലോ പെൻസിലും പിന്നെ ഒരു റബ്ബറും കട്ടറും. നാളെ എന്തായാലും സ്കെയിലിൻ്റെ അങ്ങനത്തെ ഒന്നും ആവശ്യം വരില്ല. ഇൻസ്ട്രുമെൻറ്റ് ബോക്സിൻ്റെ ആവശ്യമൊന്നും വരില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഇത്രയൊക്കെ തന്നെ ധാരാളം അല്ലേ. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ പൗച്ചിനകത്തുള്ളത്. നമ്മൾ ഇതിനകത്തൊന്നും വെച്ചിട്ടില്ല കേട്ടോ. അതൊന്നും തന്നെ ഇല്ല. ഇന്നത്തെ വെക്കുന്നതായിട്ട് ആവശ്യങ്ങളായിട്ട് സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ അതും കൂടെ ബാഗിനെ ഉള്ളിലേക്ക് കയറ്റുകയാണ്. അവിടുത്തെ ആ ഒരു ഉറ അത് അങ്ങനെ തീർന്നു കേട്ടോ. പിന്നെ ഗൈസ്, നമ്മൾ അടുത്ത ഉറയിൽ വെക്കുന്നത് നമ്മുടെ ബാഗിൻ്റെ റെയിൻകോട്ടാണ് കേട്ടോ. അപ്പം നമുക്ക് ബാഗിൻ്റെ റെയിൻകോട്ട് മടക്കി വെക്കാം. നല്ല ചൂടുണ്ട് കേട്ടോ. മഴയാണെന്ന് പറഞ്ഞാൽ 2-3 ദിവസമായിട്ട് മഴ പെയ്യാതിരുന്നതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു റെയിൻകോട്ട് വെക്കാം. പിന്നെ റെയിൻകോട്ട് വെക്കുകയാണെങ്കിലും മഴയാണ്. ഏത് സമയത്താണ് മഴ വരുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റുമോ അല്ലേ ഗൈസ്. അതുകൊണ്ട് തന്നെ നമ്മൾ എൻ്റെ പുതുപുത്തൻ കുടയാണ് കേട്ടോ. ബ്ലാക്ക് കുടയാണ് കേട്ടോ. ഞാൻ അങ്ങനെ ഡിസൈനുള്ളത് വാങ്ങിക്കുന്നത് ബ്ലാക്ക് കുടയാണ്. അപ്പോൾ നമുക്ക് ഇതും കൂടെ വെച്ചെടുക്കാം. പിന്നെ ഗൈസ്, അടുത്തതായിട്ട് നാളെ എനിക്കിനി ടീച്ചറിനെ വിളിച്ച് ചോദിക്കണം. നാളെ ഉച്ചവരെയാണോ അതോ വൈകിട്ട് വരെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കണം ഗൈസ്. അപ്പോൾ ഞാൻ ട്യൂഷന് പോകുന്നുണ്ട്. നാളെ ട്യൂഷൻ ഇല്ല കേട്ടോ. 2-3 ദിവസം കഴിഞ്ഞിട്ടുള്ളൂ ട്യൂഷൻ. കാരണം ഒന്നും പഠിപ്പിച്ച് അങ്ങനെ വരത്തില്ല. പിന്നെ ഗൈസ്, നമ്മൾ നാളത്തേക്ക് അപ്പോൾ നാളെ ചോറ്റുപാത്രം ഉണ്ട് കേട്ടോ. അത് അടുക്കളയിൽ ഇരിക്കുകയാണ്. അപ്പം നാളെ ചോറ് കൊണ്ടുപോകണം. ചോറ്റുപാത്രം പുതിയതൊന്നുമല്ല കേട്ടോ, പഴയതാണ്. പിന്നെ ഗൈസ്, എൻ്റെ വാട്ടർ ബോട്ടിൽ കേട്ടോ. ചുമ്മാ വാങ്ങിച്ചാണ് കേട്ടോ. കണ്ടപ്പോൾ പറഞ്ഞാൽ രസം തന്നെ വാങ്ങിച്ചിട്ടോ. ഇതിപ്പോൾ ഇപ്പോഴത്തെ പണ്ടൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ തുറക്കുന്ന സാധനമാണ്. ഇത് മെഷർമെൻറ്റോ അളവൊക്കെ ഉള്ളതുണ്ടായിരുന്നു. എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് വാങ്ങിച്ചിട്ടു. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ വാട്ടർ ബോട്ടിൽ. അത് ഞാനിപ്പോഴേ വെക്കുന്നില്ല കേട്ടോ, വെള്ളമില്ല. അപ്പോൾ പിന്നെ നാളെ രാവിലെ എടുത്ത് വെക്കണം. അപ്പം ഇത്രയേ ഉള്ളൂ സാധനങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. നാളെ ബാക്ക് ടു സ്കൂളിലെ ബാഗ്
ബാഗ് ഇത്രയാണ് നമ്മൾ കൊണ്ടുവന്നത്. അപ്പം ഇത്ര സാധനങ്ങൾ നമ്മൾ ഈ ബാഗിനകത്ത് വെച്ചിട്ടുണ്ട്. ഇനി നാളെ ഇനി കുപ്പിക്കകത്ത് വെള്ളം നിറയ്ക്കണം. പിന്നെ ചോറ് തന്നെ ടീച്ചറിനെ വിളിച്ച് പോയിട്ട് എന്താണെന്ന് അറിയത്തുള്ളൂ. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ ബാക്ക് ടു സ്കൂളിൽ ഞാൻ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ. അപ്പം ഇതൊരു കുഞ്ഞു വ്ളോഗായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അപ്പോൾ ബൈ.